കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യത. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുകയാണ്. ശാലിനി, കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ എന്തെല്ലാം? കാലവർഷം നേരത്തെ എത്തുമെന്നുള്ള പ്രവചനം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. നിലവിൽ ആൻഡമാൻ ദ്വീപ് സമൂഹത്തിന് സമീപത്തേക്ക് കാലവർഷം എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ തെക്കുകിഴക്കൻ അറബിക്കടൽ, ഒപ്പം തന്നെ മാലിദ്വീപ്, കോമറിൻ മേഖലയിലും ആൻഡമാൻ കടൽ, ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങൾക്ക് അടുത്തും തെക്കൻ ബംഗാൾ മേഖലകളിലും കാലവർഷം വ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. കേരളത്തിൽ ഇന്നും ഒപ്പം തന്നെ 18, 19 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. ഈ മാസം 27 കൂടിയാണ് സാധാരണഗതിയിൽ കാലവർഷം കേരളത്തിലേക്ക് എത്തുന്നത്. പക്ഷേ ഇക്കുറി അതിന് വിപരീതമായി 10 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കാലവർഷം കേരളത്തിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വരുന്ന 3 മണിക്കൂറിൽ തിരുവനന്തപുരം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. കൂടാതെ കേരള തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രവചനം. ഇതിന്റെ ഭാഗമായിട്ട് നാളെ രാത്രി 11:30 വരെ 0.3 മുതൽ 0.7 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എങ്കിൽ പോലും തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കൂടി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കാലവർഷം ശക്തി പ്രാപിക്കാനും കാലവർഷം കേരള തീരത്തേക്ക് അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. നീലിമ, കേരളത്തിലേക്ക് കാലവർഷം എത്തുകയാണ്. ശാലിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.